Dear students, in this class, let us learn about one of the important theories of coordination complexes, which is crystal field theory or the CFT theory. CFT was developed by physicists Hans Bethe and John Asbjørn van Vleck in 1930s. It's a bonding model that explains many important properties of transition metal complexes, including the color, magnetism, structure, stability, etc. Now it is combined with the molecular orbital theory. So now let us explain the important postulates of crystal field theory. The crystal field theory considers only electrostatic interactions between the central metal ion and the ligand. It considers the ligands and the central metal ion as point charges. That is, the central metal ion are positive point charges and the ligands are negative point charges. The attractive forces between the ligand and the central metal ion decreases energy of the system. And also there are repulsive forces between the central metal ion and the ligands, and it increases the energy of the system. So to form a complex, there is an interaction between the negative charged ligand molecules and the central metal ion. The postulates of the crystal field theory are: the central metal atom is surrounded by ligands to form complexes, and there are two types of ligands. One is the point charges and the other is point dipole. Ligands can be point charges or it can be point dipole. Point charge എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ചെറിയൊരു ചാർജ് എവിടെയെങ്കിലും കോൺസെൻട്രേറ്റ് ചെയ്ത ചാർജ്. പോയിന്റ് ഡൈപോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ പറയുക, രണ്ട് ചാർജ് സെപ്പറേറ്റഡ് ബൈ എ ഡിസ്റ്റൻസ്, അതിനെയാണ് നമ്മൾ പോയിന്റ് ഡൈപോൾ എന്ന് പറയുന്നത്. ഒരു പ്ലസും മൈനസും ഒരു ഡിസ്റ്റൻസിൽ സെപ്പറേറ്റ് ചെയ്ത് വെച്ചിരിക്കുകയാണെങ്കിൽ നമ്മൾ അതിനെ ഡൈപോൾ എന്ന് പറയും. പോയിന്റ് ചാർജ് ആണെങ്കിൽ ഏതെങ്കിലും ഒരു ചാർജ് ഉണ്ടാകുന്നെങ്കിൽ പോസിറ്റീവ് ചാർജ് അല്ലെങ്കിൽ നെഗറ്റീവ് ചാർജ്. അപ്പൊ ഇതാണ് ഫസ്റ്റ് പോസ്റ്റലേറ്റ് എന്ന് പറയുന്നത്. സെൻട്രൽ മെറ്റൽ അയണിന് ചുറ്റും ലിഗാൻസ് ഉണ്ട്, അത് രണ്ടുപേരും കൂടെ കൂടി ചേർന്നിട്ടായിരിക്കും കോംപ്ലക്സ് ഉണ്ടാവുക. ടൈപ്പ് ഓഫ് ലിഗാൻസ് എന്ന് രണ്ട് തരത്തിൽ വരാം, പോയിന്റ് ചാർജ് ആയിട്ട് വരാം, പോയിന്റ് ഡൈപോൾ ആയിട്ട് വരാം. Third postulate. The third postulate is bonding between the metal cation and the ligands arises due to electrostatic interaction. Thus, the bond between metal and ligand is purely ionic. നമ്മൾ ബാലൻസ് ബോണ്ട് തിയറിയിലൊക്കെ പറഞ്ഞതാണ്, കോവാലന്റ് ബോണ്ടിങ് ആണ് നമ്മളവിടെ കൺസിഡർ ചെയ്തത്. ഓവർലാപ്പ് ഓഫ് ഓർബിറ്റൽസ് ആണ് അവിടെ സംഭവിക്കുന്നത്. ഇവിടെ ഓവർലാപ്പ് ഓഫ് ഓർബിറ്റൽസ് ഒന്നുമില്ല. ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ ആണ് ലിഗാൻഡും സെൻട്രൽ മെറ്റൽ അയോണും തമ്മിലുള്ളത്. അതായത് ഒരു അയോണിക് ബോണ്ട് എന്ന് നമുക്ക് കൺസിഡർ ചെയ്യാവുന്നതാണ്. മെറ്റൽ പോസിറ്റീവ് ആയിട്ട് ഇരിക്കുന്നു, ലിഗാൻഡ് നെഗറ്റീവ് ആയിട്ട് ഇരിക്കുന്നു. അപ്പൊ അവർ തമ്മിലൊരു അട്രാക്ഷൻ ഉണ്ട്. ആ അട്രാക്ഷനെ നമ്മൾ ഇലക്ട്രോസ്റ്റാറ്റിക് ഫോഴ്സ് ഓഫ് അട്രാക്ഷൻ എന്ന് വിളിക്കുന്നത്. അതിന് അയോണിക് ബോണ്ട് എന്ന് വിളിക്കാവുന്നതാണ്. Fourth postulate. The interaction between the electrons of the metal cation and those of the ligand is entirely repulsive. Thus, repulsive forces are responsible for the splitting of the d orbital of the metal cation. മെറ്റൽ കാറ്റയോൺസിന്റെ ഉള്ളിലും ഇലക്ട്രോൺസ് ഉണ്ട്, അതുപോലെ ലിഗാൻസിന്റെ ഉള്ളിലും ഇലക്ട്രോൺസ് ഉണ്ട്. ഈ ലിഗാൻഡിലുള്ള ഇലക്ട്രോൺസും മെറ്റൽസിലുള്ള ഇലക്ട്രോൺസും തമ്മിൽ റിപ്പൽ ചെയ്യും. ഈ റിപ്പൽഷൻ കാരണം മെറ്റലിന്റെ ഡി ഓർബിറ്റൽസിൽ സ്പ്ലിറ്റിംഗ് വരാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ സ്പ്ലിറ്റിംഗ് എങ്ങനെയാണെന്ന് നമുക്ക് നോക്കാവുന്നതാണ്. അപ്പൊ സ്പ്ലിറ്റിംഗ് ഉണ്ടാവും. അതാണ് നാലാമത്തെ പോസ്റ്റലേറ്റ് പറയുന്നത്. Fifth postulate. The d orbitals which are degenerate in free metal ion have their degeneracy destroyed by the approach of ligand during the formation of complex. ശരിക്കും വെറുതെ ഇരിക്കുകയാണ്, ലിഗാൻഡ് ഒന്നും വരുന്നില്ലെങ്കിൽ ഡി ഓർബിറ്റലിലുള്ള 5 ഡി ഇലക്ട്രോൺസും ഒരേ ലെവലിലാണ് ഇരിക്കുന്നത്. അല്ലെങ്കിൽ 5 ഡി ഓർബിറ്റൽസിനും ഡീജനറേറ്റ് ആണ്. ദേ ഹാവ് ഈക്വൽ എനർജി. അവർക്കല്ല 5 ഡി ഓർബിറ്റൽസും നമുക്കറിയാവുന്നതാണ് dxy, dy z, dx z, dx square minus y square, dx z square എന്ന 5 ഡി ഓർബിറ്റൽസും ഒരേ എനർജിയാണ്.
പക്ഷെ ലിഗാൻസ് വരുമ്പോൾ ഈ ഡീജനറസി നഷ്ടപ്പെടും. എന്നിട്ട് അവര് രണ്ട് ഗ്രൂപ്പായിട്ട് തിരിയും. അത് നമുക്ക് ഇവിടെ കാണാവുന്നതാണ് ഈ സ്ലൈഡില് 5 ഡി ഓർബിറ്റൽസ് ഇരിക്കുന്നത്. ഒരേ എനർജിയാണ് dxy, dyz, dxz, dx സ്ക്വയർ മൈനസ് y സ്ക്വയർ dz സ്ക്വയർ. ഒരു ഐസൊലേറ്റഡ് ആയിട്ടുള്ള ഗേഷ്യസ് മെറ്റൽ അയോണില് all d orbitals have the same energy. പക്ഷെ ലിഗാൻസ് വന്നു കഴിയുമ്പോൾ ഇവര് രണ്ട് സെറ്റായിട്ട് തിരിക്കും. രണ്ട് സെറ്റായിട്ട് തിരിയാൻ റീസൺ എന്ന് പറയുന്നത് ചില ഡി ഓർബിറ്റൽസ് ആക്സിസിലുള്ള ഡി ഓർബിറ്റൽസ് ആണ്. അതായത് നമുക്കറിയാവുന്ന 3 ആക്സിസ് ഉണ്ട്, എക്സ് ആക്സിസ്, വൈ ആക്സിസ്, ഇസഡ് ആക്സിസ്. അപ്പൊ ആക്സിസിൽ ഉള്ളതാണ് ചില ഡി ഓർബിറ്റൽസ്. ഇപ്പൊ ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും ഡി ഇസഡ് സ്ക്വയറും ആക്സിസിലാണ് ആ ഓർബിറ്റൽസ് സ്ഥിതി ചെയ്യുന്നത്. ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി എക്സ് ആക്സിസിലും വൈ ആക്സിസിലും ഓറിയന്റ് ചെയ്തിരിക്കുകയാണ്. ഡി ഇസഡ് സ്ക്വയർ എന്ന് പറഞ്ഞ ഓർബിറ്റലും ഇസഡ് ആക്സിസിൽ ഓറിയന്റ് ചെയ്തിരിക്കുകയാണ്. അപ്പൊ അവര് ആക്സിസിലാണ് പ്രസന്റ് ആയിട്ടുള്ളത്. പക്ഷെ ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ് ഈ ഡി ഓർബിറ്റൽസിന്റെ പ്രത്യേകത എന്ന് പറയുന്നത് അവർ ആക്സിസിലല്ല പ്രസന്റ് ആയിട്ടുള്ളത്, അവർ ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. ആക്സിസിന്റെ ഇടയിലാണ് അവര് പ്രസന്റ് ആയിട്ടുള്ളത്. ഇപ്പൊ ഡി എക്സ് വൈ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഓർബിറ്റലിന്റെ പ്രത്യേകത എക്സ് ആക്സിസിന്റെയും വൈ ആക്സിന്റെയും ഇടയിലാണ് അതിന്റെ ലോബ് ഇരിക്കുന്നത്. ഡബിൾ ഡംബൽ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആ ലോബ് ഇടയിലാണ് ഇരിക്കുന്നത്. ഡി വൈ ഇസഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇസഡ് ആക്സിന്റെയും വൈ ആക്സിന്റെയും ഇടയിലാണ് ലോബ് ഇരിക്കുന്നത്, ഈ ഡംബൽ ലോബ്. പിന്നെ ഡി എക്സ് ഇസഡിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എക്സ് ആക്സിന്റെയും ഇസഡ് ആക്സിന്റെയും ഇടയിലാണ് ഈ ഡംബൽ ലോബ് ഇരിക്കുന്നത്. അപ്പൊ അങ്ങനെയുള്ളവര് ഒരു സെറ്റ് ആവും, ആക്സിസിൽ സ്ഥിതി ചെയ്യുന്നവര് വേറൊരു സെറ്റ് ആവും. ഡി എക്സ് വൈ, ഡി വൈ സെഡ്, ഡി എക്സ് സെഡ് മൂന്നും കൂടെയും ഒരു സെറ്റ് ആവും ഞാൻ പറഞ്ഞു. ആ സെറ്റിനെ നമ്മൾ വിളിക്കുന്നത് T2G സെറ്റ് എന്നും, ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയർ ഡി സെഡ് സ്ക്വയർ വേറൊരു സെറ്റ് ആവും. ആ സെറ്റിനെ വിളിക്കുന്നത് EG സെറ്റ് എന്നുമാണ്. അപ്പൊ ഇങ്ങനെ രണ്ട് സെറ്റ് ആയിട്ട് ലിഗാൻഡ് വരുമ്പോൾ ഇവര് സ്പ്ലിറ്റ് ചെയ്ത് പോകും. അപ്പൊ യൂണിഫോം ആയിട്ടുള്ള ഒരു സ്പെരിക്കൽ ആയിട്ടാണ് ലിഗാൻസ് വരുന്നതെങ്കിൽ സ്പ്ലിറ്റിംഗ് ഉണ്ടാവില്ല. അതായത് ഡി ഓർബിറ്റൽസ് എല്ലാം ഡീജനറേറ്റ് ആണ്. ഡി ഓർബിറ്റൽസ് ആർ ഡീജനറേറ്റ്, ബട്ട് വെൻ ലിഗാൻസ് ഗെറ്റ് അട്രാക്ട് ആൻഡ് ആർ യൂണിഫോംലി ഡിസ്ട്രിബ്യൂട്ടഡ്, the energy gets higher. If the ligands are oriented at the axis, that is x, y and z, the degeneracy gets removed and the d orbitals split into two groups, EG and the 2T2G. ഓക്കെ, ഇങ്ങനെയാണ് ഇരിക്കണമെങ്കിൽ ഡി ഓർബിറ്റൽസ്, അതായത് സ്പെരിക്കൽ ആയിട്ടുള്ള ഒരു ലിഗാൻഡ് ആണ് വരുന്നത്. അങ്ങനെയാണെങ്കിൽ സ്പെരിക്കലി സെൻട്രൽ മെറ്റൽ അയണിലേക്ക് നീങ്ങുകയാണ് അവർ അപ്രോച്ച് ചെയ്യുകയാണെങ്കിൽ സ്പ്ലിറ്റിംഗ് ഒന്നും നടക്കുന്നില്ല. പക്ഷെ ഒക്ടാഹെഡ്രലായിട്ടാണ് വരുന്നതെങ്കിൽ, അതായത് ഒക്ടാഹെഡ്രൽ ആകുമ്പോൾ നമുക്കറിയാവുന്നതാണ് ആക്സിസ് ഇതൊക്കെയാണ്. ഇത് ഇസഡ് ആക്സിസ്, ഇത് എക്സ് ആക്സിസ്, വൈ ആക്സിസ്. ആ ആക്സിസിന്റെ അതേ വഴിയിലൂടെയാണ് ലിഗാൻസ് വരുന്നതെങ്കിൽ ഡി ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യുമ്പോൾ EG ഓർബിറ്റൽസിന് കൂടുതൽ എനർജിയും വരും, T2G ഓർബിറ്റൽസിന് കുറവ് എനർജിയും വരും. T2G ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ആക്സിസിന് ഇടയിൽ വരുന്ന ഓർബിറ്റൽസ് ആണ്. EG ഓർബിറ്റൽസ് എന്ന് പറയുന്നത് ആക്സിസിൽ തന്നെ ഓറിയന്റ് ചെയ്തിരിക്കുന്ന ഓർബിറ്റൽസും ആണ്. ഇപ്പൊ സ്പ്ലിറ്റിംഗ് ഇങ്ങനെയാണ്. ലിഗാൻസ് അപ്രോച്ച് ചെയ്യുന്ന ഈ ഡയറക്ഷനിൽ എക്സ് ആക്സിസിലുണ്ട്, വൈ ആക്സിസിലുണ്ട്, ഇസഡ് ആക്സിസിലുണ്ട്. അവർ ഓറിയന്റ് ചെയ്ത് വരുന്നു. അപ്പൊ എക്സ് ആക്സിസിലും വൈ ആക്സിലും ഇസഡ് ആക്സിലും ഉള്ള ഓർബിറ്റൽസ് ആയ ഡി സെഡ് സ്ക്വയറും ഡി എക്സ് സ്ക്വയർ മൈനസ് വൈ സ്ക്വയറും പെട്ടെന്ന് എനർജി കൂടുന്നു. അതിന് അവര് മുകളിലേക്ക് പോകുന്നു, അതായത് അവരുടെ എനർജി മുകളിലാവുന്നു. പിന്നെ ഡി എക്സ് വൈയും ഡി എക്സ് സെഡും ഡി എക്സ് ഇസഡും കൂടെയും എനർജി കുറയുന്നു. കാരണം അവര് ആക്സിസിലല്ല സ്ഥിതി ചെയ്യുന്നത്, അവര് ഇൻ ബിറ്റ്വീൻ ദ ആക്സിസ് ആണ്. അതുകൊണ്ട് അവര് എനർജി കുറയുന്നു, അവര് താഴേക്ക് നീങ്ങുന്നു. അതായത് ഈ 3 ഓർബിറ്റൽസും താഴേക്ക് നീങ്ങിയതായിട്ട് കാണാവുന്ന. ഡി ഓർബിറ്റൽസ് നോട്ട് പോയിന്റിംഗ് ഡയറക്ട്ലി അറ്റ് ആക്സിസ് ആർ ലീസ്റ്റ് അഫക്റ്റഡ്
by electrostatic interaction, that is, they are stabilized. But d orbitals pointing directly at the axis are affected mostly by the electrostatic interaction, that is, they are destabilized. ഡീസ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളവരെ മുകളിലും കാണാം, സ്റ്റെബിലൈസ്ഡ് ആയിട്ടുള്ളവരെ താഴെയും കാണാം. അപ്പൊ എനർജി ഇവിടെ കുറവാണ്, മുകളിൽ എനർജി കൂടുതലാണ്. അപ്പൊ ഇങ്ങനെ ഇരുന്ന ഈ ഓർബിറ്റല് രണ്ടായിട്ട് തിരിഞ്ഞു. ഇത് T2G സെറ്റും ഇത് EG സെറ്റും. അത് തന്നെ വീണ്ടും കാണിച്ചിരിക്കുകയാണ്. അതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The EG group consists of dz square and dx square minus y square. These have electrons on the x, y and z axis. While the T2G has dxy, dyz, dxz having electrons in between the xy, yz and xz axis. The energies of these two groups, EG and 2TG, depend on the orientations in space. ഇത് T2G ഓർബിറ്റൽസ് ആണ്. ഇവിടെ നമുക്ക് 2 ഇലക്ട്രോൺ ഇടാം, ഇതിലും 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാം, ഇതിലും 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാം. ഇത് ലോവർ എനർജിയാണ്. എനർജി കൂടുതലുള്ളത് ഇതിനാണ്. ഇവിടെ 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാം, ഇവിടെ 2 ഇലക്ട്രോൺ അക്കോമഡേറ്റ് ചെയ്യാം. ഇതിനെ EG ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നു. താഴെയുള്ളവരെ T2G ഓർബിറ്റൽസ് എന്ന് വിളിക്കുന്നു. എക്സാമ്പിൾ ആയിട്ട് നമുക്ക് ഇലക്ട്രോണിനെ എങ്ങനെ നിറയ്ക്കും നോക്കാം. സപ്പോസ് 6 ഇലക്ട്രോൺസ് ഉണ്ട്. 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മളിങ്ങനെ സ്പ്ലിറ്റ് ആയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് 2 വിധത്തിൽ നിറയ്ക്കാൻ പറ്റും. 2 വിധത്തിൽ നിറയ്ക്കാൻ പറ്റും എന്ന് പറയുന്നത് എല്ലാത്തിലും ഓരോ ഇലക്ട്രോൺ ഇടുക. ഒന്നാമത്തെ ഓർബിറ്റൽ, രണ്ടാമത്തെ ഓർബിറ്റൽ, മൂന്നാമത്തെ ഓർബിറ്റൽ ഓരോ ഇലക്ട്രോൺ ഇട്ടു. പിന്നെ ബാക്കിയുള്ള 6 എണ്ണം ഉണ്ട് നമ്മുടെ കൈവശം. 6 എണ്ണത്തിനെ EG ഓർബിറ്റൽസിലേക്ക് ഇട്ടു, 2 എണ്ണം. അതിനുശേഷം ഉള്ള 6ാമത്തെ ഇലക്ട്രോൺ നമ്മൾ പെയർ ചെയ്ത് വെച്ചു. T2Gയിൽ തന്നെ പെയർ ചെയ്ത് വെച്ചു. ഇങ്ങനെ നമുക്ക് വെക്കാം. ഇങ്ങനെ നമ്മൾ വെക്കുകയാണെങ്കിൽ സാധാരണ ഇങ്ങനത്തെ കോൺഫിഗറേഷൻ വരുന്നത് വീക്ക് ആയിട്ടുള്ള കോംപ്ലക്സസിലാണ്. സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻസ് അല്ല ഇത് ഉണ്ടാക്കുക. വീക്ക് ആയിട്ടുള്ള ലിഗാൻസ് ആണ് ഇങ്ങനത്തെ കോൺഫിഗറേഷൻ ഉണ്ടാക്കുക. ഇങ്ങനത്തെ കോൺഫിഗറേഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അൺപെയർഡ് ഇലക്ട്രോൺസ് കൂടുതലാണ്. ഇവിടെ നമുക്ക് കാണാവുന്നതാണ് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്, ഇവിടെയുണ്ട്. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് ഉണ്ട്. 4 അൺപെയർഡ് ഇലക്ട്രോൺസ് വരുന്ന ഇങ്ങനത്തെ കോൺഫിഗറേഷൻ നമ്മൾ ഹൈ സ്പിൻ കോംപ്ലക്സ് എന്നാണ് വിളിക്കുക, അല്ലെങ്കിൽ കോംപ്ലക്സ് ഫോംഡ് ബൈ വീക്ക് ലിഗാൻസ് അങ്ങനെ വിളിക്കാവുന്നതാണ്. ഇതിന് പാരാമാഗ്നറ്റിക് സ്വഭാവമാണ് കൂടുതലായിട്ടുള്ളത്. പാരാമാഗ്നറ്റിക് ആയിട്ടുള്ള സ്വഭാവമാണ് ഇത് കാണിക്കുക. അപ്പൊ ഇങ്ങനത്തെ കേസിൽ ഇങ്ങനത്തെ സ്പ്ലിറ്റിങ്ങിന് നമ്മൾ ഡെൽറ്റ ഒ എന്നാണ് വിളിക്കുന്നത്. ഡെൽറ്റ ഒ മീൻസ് സ്പ്ലിറ്റിംഗ് ഫോർ ആൻ ഒക്ടാഹെഡ്രൽ കോംപ്ലക്സ്. ഇത് ലോവർ ആയിരിക്കും. അതുകൊണ്ടാണ് പെയറിംഗ് നടക്കാനുണ്ടായത്. ഇനി സ്പ്ലിറ്റിംഗ് കൂടുതലാണ്, ലാർജ് ഡെൽറ്റ ഒ വാല്യൂ ആണെങ്കിൽ എങ്ങനെ വരും നോക്കാം. അങ്ങനത്തെ കോംപ്ലക്സുകൾ ഉണ്ടാവുന്നത് സാധാരണ സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻസ് വരുമ്പോഴാണ്. സ്ട്രോങ് ആയിട്ടുള്ള ലിഗാൻസിന് ഒരു എക്സാമ്പിൾ ആണ് അമീൻ എന്ന് പറയും. അപ്പൊ അമീൻസ് പോലുള്ള ലിഗാൻസ് വരുമ്പോൾ നമുക്ക് ഇങ്ങനത്തെ കോംപ്ലക്സസ് പ്രതീക്ഷിക്കാവുന്നതാണ്. ഇങ്ങനത്തെ കോംപ്ലക്സിന്റെ പ്രത്യേകത എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ആദ്യം ഓരോ ഓർബിറ്റലിലും ഓരോ TTG ഓർബിറ്റലിലും ഓരോ ഇലക്ട്രോൺ ഇട്ടു. പിന്നെ ബാക്കിയുള്ള 3 ഇലക്ട്രോൺ ഉണ്ട് നമ്മുടെ കൈവശം. അതിന് EG ഓർബിറ്റൽസിലേക്ക് പോകുന്നവന് EG ഓർബിറ്റൽസ് വളരെ ഹൈ എനർജിയിലാണ് ഇരിക്കുന്നത്. അതുകൊണ്ട് അങ്ങോട്ടേക്ക് ചാടുന്നതിന് പകരം അവർ പെയർ ചെയ്യും. T2G ഓർബിറ്റൽസിനെ പെയർ ചെയ്യുന്നു. അതായത് 4ാമത്തെ 5ാമത്തെ 6ാമത്തെ ഇലക്ട്രോൺസ് പെയർ ചെയ്തിട്ടിരിക്കുകയാണ്. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സിനെ നമ്മൾ ലോ സ്പിൻ കോംപ്ലക്സ് എന്നാണ് വിളിക്കുന്നത്. ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് വിളിക്കാനുള്ള കാരണം ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഒട്ടും തന്നെയില്ല, അല്ലെങ്കിൽ വളരെ കുറവാണ്. അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്ത അവസ്ഥേനെയാണ് നമ്മൾ ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് വിളിക്കുന്നത്. ഇവരുടെ സ്വഭാവം എപ്പോഴും ഡയാമാഗ്നറ്റിക് ആയിരിക്കും, കാരണം ഇവർക്ക് അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ല. ഇവിടെ അൺപെയർഡ് ഇലക്ട്രോൺസ് ഇല്ലാത്തതിന് ഡയാമാഗ്നറ്റിക് സ്വഭാവമായിരിക്കും. അപ്പൊ ഇങ്ങനത്തെ കോംപ്ലക്സിനെ ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് വിളിക്കും. ഇത് കോംപ്ലക്സസ് ഫോംഡ് ബൈ സ്ട്രോങ് ലിഗാൻസ് ആണ്. നമ്മൾ മുമ്പ് കൺസിഡർ ചെയ്ത കോംപ്ലക്സ് എന്ന് പറയുന്നത് കോംപ്ലക്സസ് ഫോംഡ് ബൈ വീക്ക് ലിഗാൻസും ഇപ്പൊ കൺസിഡർ ചെയ്തത് കോംപ്ലക്സസ് ഫോംഡ് ബൈ സ്ട്രോങ് ലിഗാൻസും ആണ്. വീക്ക് ലിഗാൻ ഒരു എക്സാമ്പിൾ ആയിരുന്നു ഈ ഫ്ലൂറിൻ. അപ്പൊ COF6 3- ഇങ്ങനത്തെ കോംപ്ലക്സസ് സാധാരണയായിട്ട് വരുന്നത്, അല്ലെങ്കിൽ ഇങ്ങനത്തെ കോൺഫിഗറേഷൻ.
CONH3 എന്ന് പറയുന്നത് ഒരു സ്ട്രോങ് ലിഗാൻഡ് ഉണ്ടാക്കുന്ന കോംപ്ലക്സ് ആണ്. അതുകൊണ്ട് ഇത് ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. അപ്പൊ എപ്പോഴും സ്ട്രോങ് ലിഗാൻഡ്സ് ഫോം ലോങ് സ്പിൻ കോംപ്ലക്സ് ആൻഡ് വീക്ക് ലിഗാൻഡ്സ് ഫോം ഹൈ സ്പിൻ കോംപ്ലക്സ്. Now let us consider what is meant by crystal field stabilization energy or the CFSE. When the ligand approaches the central metal atom, there is a repulsion between the ligand electrons and the d orbital electrons of the central metal atom. The ligand approaches the central metal atom along the axis or between the axes. When a ligand approaches the central metal atom, the d orbitals split into two sets, Eg and the 2Tg. T2G. The gap between the Eg and the T2G orbitals is called the energy gap or the crystal field stabilization energy. Crystal field stabilization energy എന്ന് പറയുന്നത് രണ്ടും സ്പ്ലിറ്റ് ആവുന്നു. T2Gയും Egയും ആയിട്ട് സ്പ്ലിറ്റ് ആയിട്ട് ഇലക്ട്രോൺസിനെ നമുക്ക് ഇട്ട് കൊടുക്കുമ്പോൾ നമുക്കൊരു നെറ്റ് സ്റ്റെബിലൈസേഷൻ കിട്ടും. ആ സ്റ്റെബിലൈസേഷനാണ് നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി എന്ന് വിളിക്കുന്നത്. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജി ഒക്ടാഹെഡ്രൽ കോംപ്ലക്സിനെ എങ്ങനെ കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. അതിനൊരു ഫോർമുലയുണ്ട്. ആ ഫോർമുലയാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. The formula for finding out the crystal field stabilization energy for a octahedral complex is given by delta O CFSE is equal to -2/5 M22 T2G plus 3/5 NEG delta O plus LP, where M is the number of electrons in the T2G orbitals and N is the number of electrons in the EG orbitals and L is the number of electrons that pairs and P is the pairing energy. Delta O is the crystal field stabilization energy. ഇനി വേറെ ഫോർമുലയുണ്ട്. ഇത് ഇങ്ങനത്തെ ഫോർമുല ഉപയോഗിക്കുന്നതിനേക്കാളും എളുപ്പം ഈ അടുത്ത ഫോർമുലയാണ്. സെക്കൻഡ് ഫോർമുല എന്ന് പറഞ്ഞാൽ ഡെൽറ്റ ഒ CFSE is equal to -0.4 M22G T2G plus 0.6 NEG delta O plus LP. പെയറിംഗ് എനർജി ഇട്ട് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇവിടം വരെയും വെച്ച് ഫോർമുല നിർത്തിയാലും കുഴപ്പമില്ല. അത് കറക്റ്റ് തന്നെയാണ്. അതായത് ഇത്രയും മാത്രം മതി വേണമെങ്കിൽ ഫോർമുലയില് -0.4 M T2G plus 0.6 NEG delta O. ഇനി ഡെൽറ്റ ഒ എന്ന് പറയുന്നത് 10dQ ആണ്. 10dQ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഒവിനെ നമുക്ക് വേണമെങ്കിൽ DQ എന്ന് പറഞ്ഞ യൂണിറ്റിന്റെ ടേംസിൽ ഇടാവുന്നതാണ്. DQന്റെ ടേംസിൽ ഇടുകയാണെങ്കിൽ ഒരു ഡെൽറ്റ ഒ എന്ന് പറയുന്നത് 10dQ ആണ്. അപ്പൊ അങ്ങനെയും വേണമെങ്കിൽ കണ്ടുപിടിക്കാം. അങ്ങനെ കണ്ടുപിടിക്കുകയാണെങ്കിൽ നമ്മൾ എന്ത് വരും, ഈ ഫോർമുലയിൽ 0.4ന് പകരം 4 ഉപയോഗിച്ചാൽ മതി. അതായത് ഇവിടെ ഇൻറ്റു 10 ചെയ്യുമ്പോൾ എന്ത് വരും, ഇൻറ്റു 10 ചെയ്യുമ്പോൾ 4 വരും. അതാണ് അടുത്ത ഫോർമുല എന്ന് പറയുന്നത്. ഡെൽറ്റ ഒ CFSE is equal to -4. 0.4 എന്തായി, ഇൻറ്റു 10 ചെയ്ത് കഴിഞ്ഞപ്പോൾ 4 ആയി. 4 M T2G plus 6 NEG DQ. ഇവിടെ ഡെൽറ്റ ഒ എന്നല്ല എഴുതേണ്ടത്, DQന്റെ യൂണിറ്റ്സിന്റെ ടേമിലാണ് നമ്മളിപ്പോ പറയുന്നത്. പ്ലസ് LP വേണമെങ്കിൽ ഒമിറ്റ് ചെയ്യാം. അപ്പൊ ഡെൽറ്റ ഒ അല്ലെങ്കിൽ ഡെൽറ്റ ഒക്ടാഹെഡ്രൽ is equal to crystal field stabilization energy for crystal octahedral complexes. അപ്പൊ ഇങ്ങനെയാണ് കാണുന്നത്. അപ്പൊ എത്ര ഇലക്ട്രോൺസ് ഉണ്ടെന്ന് നോക്കിയിട്ട് നമുക്ക് ഈ ഫോർമുലയിൽ ഇട്ട് കൊടുത്താൽ എമ്മിന്റെ അവിടെ ഇട്ട് കൊടുക്കുക, ഈ എന്നിന്റെ അവിടെ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എത്രയുണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും. ഈ രണ്ടാമത്തെ ഫോർമുല ഉപയോഗിക്കുന്നതായിരിക്കും കുറച്ചും കൂടി നല്ലത്. അതിൽ തന്നെ LP വേണമെങ്കിൽ ഒമിറ്റ് ചെയ്ത് കളയാം. ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയുടെ ഒരു നട്ട്ഷെല്ലാണ് ഈ കാണിച്ചിരിക്കുന്നത്. ഇതാണ് മെറ്റലിന്റെ 5 d ഓർബിറ്റൽസ് ഫ്രീ ആയിട്ടിരിക്കുകയാണ്. ലിഗാൻഡ് ഒന്നും വരുന്നില്ലെങ്കിൽ ഇങ്ങനെയാണ് ഇരിക്കുന്നത്. ഈ ലിഗാൻഡ്സ് വരുന്ന അനുസരിച്ച് എനർജി കൂടി വരുമ്പോ എനർജി കൂടി കഴിഞ്ഞ് കഴിഞ്ഞിട്ട് അത് 2 സെറ്റായിട്ട് തിരിയും. താഴെയുള്ള സെറ്റിൽ 3 ഓർബിറ്റൽസ് ഉണ്ട്, മുകളിലുള്ള സെറ്റിൽ 2 ഓർബിറ്റൽസ് ഉണ്ട്. താഴെയുള്ള സെറ്റിനെ വിളിക്കുന്നത് T2G എന്നും മുകളിലുള്ള സെറ്റിനെ വിളിക്കുന്നത് EG. അപ്പൊ EGയും T2Gയും തമ്മിലുള്ള വ്യത്യാസം എന്ന് പറയുന്നത് ഇതാണ്. T2G -4 ഡെൽറ്റ ഒ, അത്രയും എനർജി കുറഞ്ഞു. മുകളിലുള്ള ഓർബിറ്റൽസ് EGയുടെ പ്രത്യേകത എന്ന് പറയുന്നത് +0.6 ഡെൽറ്റ ഒ കൂടി.
അപ്പൊ അത് തന്നെ ഇവിടെ കാണിച്ചിട്ടുണ്ട്. നോക്കിക്കേ, ഫ്രീ അയോൺ ആണെങ്കിൽ ഇങ്ങനെയാണ് 5 ഓർബിറ്റൽസ് ഇരിക്കുന്നത്. സ്പെരിക്കൽ ആയിട്ടുള്ള ലിഗാൻസ് ആണ് വരുന്നത്. സ്പെരിക്കൽ ഫീൽഡിലാണ് ലിഗാൻസ് വരണമെങ്കിൽ ജസ്റ്റ് എനർജി ഈക്വൽ ആയിട്ട് കൂടുന്നു, പക്ഷെ സ്പ്ലിറ്റിംഗ് ഒന്നുമില്ല. പക്ഷെ നമുക്കറിയാവുന്ന ഒക്ടാഹെഡ്രൽ ആയിട്ടാണ് ലിഗാൻസ് വരുന്നതെങ്കിൽ ലിഗാൻസ് ഡി ഓർബിറ്റൽസ് രണ്ടായിട്ട് സ്പ്ലിറ്റ് ചെയ്യും. T2G സെറ്റും EG സെറ്റും. T2G സെറ്റിലെ ഒരു സ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 0.4 ഡെൽറ്റ ഒക്ടാഹെഡ്രൽ ആണ്. EG ഓർബിറ്റൽസിന്റെ ഒരു ഡീസ്റ്റെബിലൈസേഷൻ എന്ന് പറയുന്നത് 0.6 ഡെൽറ്റ ഒക്ടാഹെഡ്രൽ ആണ്. ഇനി 4 ഇലക്ട്രോൺസ് നമ്മുടെ കോംപ്ലക്സിൽ ഉണ്ടെങ്കിൽ അതിനെ എങ്ങനെ നമുക്ക് നിറയ്ക്കാം? ആദ്യം നമ്മൾ T2G 3 നിറയ്ക്കാം. പെയർ ചെയ്യാൻ ബുദ്ധിമുട്ടാണ്. ഡെൽറ്റ ഒ എന്ന് പറയുന്നതാണ് കുറവെങ്കിൽ, പെയറിംഗ് എനർജിനേക്കാളും കുറവ് ഡെൽറ്റ ഒ ആണെങ്കിൽ, അതായത് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ആണ് കുറവെങ്കിൽ നമുക്ക് 4ാമത്തെ ഇലക്ട്രോണെ നമുക്ക് EG കൊണ്ടുവന്ന് നിറയ്ക്കാവുന്നതാണ്. അതാണ് ഒരു എക്സാമ്പിൾ ആയിട്ട് ഇവിടെ കാണിച്ചിരിക്കുന്നത്. T2G 3 ഇട്ടിട്ട് 4ാമത്തെ ഇലക്ട്രോണെ EG കൊണ്ടുപോയിട്ടു. അപ്പൊ ഇവിടെ പെയറിംഗ് എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടാണ്, അല്ലെങ്കിൽ പെയറിംഗ് എനർജി എന്ന് പറയുന്നത് കൂടുതലാണ്, ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് എന്ന് പറയുന്നത് കുറവുമാണ്. ഇത് മുമ്പത്തെ കോംപ്ലക്സിൽ ഞാൻ കാണിച്ചിട്ടുണ്ടായി. COF6 എന്ന് പറയുന്നത് എന്ത് കോംപ്ലക്സ് ആയിരുന്നു? ലോ സ്പിൻ കോംപ്ലക്സ് ആണ്. ലോ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാക്കുന്നത് വീക്ക് ആയിട്ടുള്ള ലിഗാൻസ് ആണ്. വീക്ക് ലിഗാൻസ് ആണ് ലോ സ്പിൻ കോംപ്ലക്സ് ഉണ്ടാക്കുക. തെറ്റിപ്പോയി, സോറി, ദർ ഇസ് എ മിസ്റ്റേക്ക് ഹിയർ. ഇത് ഐസ്പിൻ കോംപ്ലക്സ് ആണ്. COF6 നമ്മൾ മുമ്പ് പഠിച്ചതാണ്. ഇവിടത്തെ ഒരു ഇതിലുണ്ടായി ഹൈസ്പിൻ കോംപ്ലക്സ്. ഐസ്പിൻ കോംപ്ലക്സ് ആണ് COF6 എന്ന് പഠിച്ചു. CONH363+ എന്ന് പറയുന്നത് ലോ സ്പിൻ കോംപ്ലക്സും ആണ്. ഐസ്പിൻ കോംപ്ലക്സസ് ആർ ഫോംഡ് ബൈ വീക്ക് ലിഗാൻസ് ആൻഡ് ലോ സ്പിൻ കോംപ്ലക്സസ് ആർ ഫോംഡ് ബൈ സ്ട്രോങ് ലിഗാൻസ്. അപ്പൊ അതിലേക്ക് നമ്മൾ പിന്നെയും വരികയാണ് ഇതിലേക്ക്. ലോ സ്പിൻ കോംപ്ലക്സ്, ഐസ്പിൻ കോംപ്ലക്സിൽ 6 ഇലക്ട്രോൺ ഉണ്ടെങ്കിൽ എങ്ങനെയാണ് നിറയ്ക്കണേന്ന് പഠിച്ചായിരുന്നു. എങ്ങനെയാണ് നിറയ്ക്കുന്നത്? ആദ്യം 3 ഇലക്ട്രോണിനെ താഴത്തെ T2G ഇട്ടു, പിന്നെ മുകളിലത്തെ EG ഇട്ടു. അതിനുശേഷം നമ്മൾ പെയർ ചെയ്യുന്നു. കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഡെൽറ്റ ഒ എന്ന് പറയുന്നത് കുറവാണ് പെയറിംഗ് എനർജിനേക്കാളും. പെയർ ചെയ്യാനാണ് ഇവിടെ ബുദ്ധിമുട്ട്. ഇനി ഹൈസ്പിൻ കോംപ്ലക്സിൽ 6 ഇലക്ട്രോൺസ് ഉണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? ഡെൽറ്റ ഒ എന്ന് പറയുന്നത് ഭയങ്കര കൂടുതലാണ്. അവിടെ സ്പ്ലിറ്റിംഗ് കൂടുതലായതുകൊണ്ട് തന്നെ പെയറിംഗ് ആണ് എനർജി കുറവ്. അപ്പൊ നമ്മൾ പെയർ ചെയ്യുന്നു. ആദ്യത്തെ 3 ഇലക്ട്രോണും ഓരോ ഓർബിറ്റിൽ ഇട്ടതിന് ശേഷം പിന്നെയുള്ള 3 ഇലക്ട്രോൺസും നമ്മൾ പെയർ ചെയ്ത് ഇടുന്നു. കാരണം പെയറിംഗ് എനർജി ഇസ് ലെസ് ദാൻ ദി crystal field splitting energy. Now let us consider CFSE, the crystal field splitting for a D4 weak field case. Weak field ആണെങ്കിൽ എന്ത് വരും? Weak field എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, weak field ന്റെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ T2G യിലും EG യിലും ഒരേപോലെ നിറയ്ക്കുന്നതാണ് എന്ത്? D4 weak field എന്ന് പറയുന്നത്. D4 strong field എന്ന് പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ? T2G യിൽ മാത്രം നിറയ്ക്കുന്നതാണ്. അപ്പൊ രണ്ടിലുമുള്ള ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗിന്റെ ഡിഫറൻസ് നമുക്ക് കണക്കാക്കാവുന്നതാണ്. വീക്ക് ഫീൽഡ് ആണെങ്കിൽ എങ്ങനെ വരും? 3 ഇലക്ട്രോൺസ് T2G യിൽ ഇട്ടു. അപ്പൊ 3 × 0.4 ഡെൽറ്റ ഒ, അത്രയും മൈനസ് ആയിരിക്കും. പിന്നെ 1 ഇലക്ട്രോണിന് ഹയർ എനർജി EG സെറ്റിലാണ് നമ്മൾ നിറയ്ക്കുന്നത്. അപ്പൊ 0.6 ഡെൽറ്റ ഒ. അപ്പൊ മൊത്തം എന്ന് പറയുന്നത് ചെയ്ത് കഴിയുമ്പോൾ നമ്മുടെ ഫോർമുലയിൽ ഇട്ട് കഴിയുമ്പോൾ നമുക്ക് 0.6 ഡെൽറ്റ ഒ കിട്ടും. സ്ട്രോങ് ഫീൽഡ് ആണെങ്കിൽ D4 സ്ട്രോങ് ഫീൽഡിനാണെങ്കിൽ 4 ഇലക്ട്രോൺസും T2G യിൽ തന്നെയാണ് ഇരിക്കുന്നത്. അപ്പൊ 4 × 0.4 ഡെൽറ്റ ഒ, അപ്പൊ 1.6 ഡെൽറ്റ ഒ മൈനസ് ഇട്ട് കൊടുക്കണം. ഇവിടെ മൈനസ് 1.6 ഡെൽറ്റ ഒ ആയിരിക്കും. ഇവിടെ 0.6 ഡെൽറ്റ ഒ ആയിരിക്കും. അപ്പൊ ഇത് നമ്മൾ ഹൈ സ്പിൻ കോംപ്ലക്സ്, ആദ്യത്തേനെ നമ്മൾ ഹൈ സ്പിൻ കോംപ്ലക്സ് എന്ന് വിളിക്കും, രണ്ടാമത്തേനെ നമ്മൾ ലോ സ്പിൻ കോംപ്ലക്സ് എന്ന് വിളിക്കും. ഈ ഹൈ സ്പിൻ കോംപ്ലക്സസും ലോ സ്പിൻ കോംപ്ലക്സസും ഇവിടെ കാണിച്ചിട്ടുണ്ട്.
പെയറിംഗ് എനർജി കുറവാണെങ്കിൽ പെയർ ചെയ്യാനാണ് സാധ്യത. അത് ഈ ലോ സ്പിൻ കോംപ്ലക്സിലാണ്. പെയർ സ്പ്ലിറ്റിംഗ് എനർജി ആണ് കുറവെങ്കിൽ അത് എന്ത് ചെയ്യും, മുകളിലത്തെ EG ഓർബിറ്റൽസിലേക്ക് പോയി നിറയും. അപ്പൊ പെയറിംഗ് എനർജി വളരെയധികം കൂടുതലായിരിക്കും. അപ്പൊ ഡെൽറ്റ O is less than pairing energy or crystal field splitting energy is less than pairing energy. This will be the electronic configuration. If delta O is greater than pairing energy, this is the configuration. In general, ligands can be arranged in a series in the orders of increased field strength. എങ്ങനെയാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് നടക്കുന്നത്, അതനുസരിച്ച് നമുക്ക് ലിഗാൻസിനെ ക്ലാസിഫൈ ചെയ്യാം. ഏറ്റവും കുറവ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നത് I- Br- Sc- Cl- S2- F- അങ്ങനെയുള്ളവരാണ്. ഈ ഏറ്റവും അറ്റത്ത് എഴുതിയിരിക്കുന്ന NH3 NO2- Cn- CO അങ്ങനെയുള്ളവർ കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നുണ്ട്. അവരെ അതുകൊണ്ടാണ് ഇങ്ങേ അറ്റത്ത്, അതായത് റൈറ്റ് എൻഡിൽ വെച്ചിരിക്കുന്നത്. മറ്റുള്ളവരെ ലെഫ്റ്റ് എൻഡിലാണ് വെച്ചിരിക്കുന്നത്. കുറവ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നവരെ ലെഫ്റ്റ് എൻഡിലും കൂടുതൽ ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഉണ്ടാക്കുന്നവരെ റൈറ്റ് എൻഡിലുമാണ് വെച്ചിരിക്കുന്നത്. അപ്പൊ രണ്ട് പോസിബിലിറ്റീസ് ആണ് ഉള്ളത്. ഇഫ് ഡെൽറ്റ O is less than P, that is if crystal field splitting is less than pairing energy, weak field ligands form high splint complexes. If delta O is greater than P, that is if crystal splitting energy is greater than pairing energy, strong field ligands form low spin complexes. Strong field ligands എന്ന് പറയുന്നത് ഈ റൈറ്റ് എൻഡിലുള്ള ഇവരാണ്. വീക്ക് ഫീൽഡ് ലിഗാൻസ് എന്ന് പറയുന്നത് ഈ ലെഫ്റ്റ് എൻഡിലുള്ള I- Br- Cl- അങ്ങനെയുള്ളവരാണ്. ഇനി കളറിന് ട്രാൻസിഷൻ കോംപ്ലക്സസ് അല്ലെങ്കിൽ കോർഡിനേഷൻ കോംപ്ലക്സസിന് മിക്കതിന് കളർ ഉണ്ട്. അതിന്റെ റീസൺ എന്ന് പറയുന്നത് DD ട്രാൻസിഷൻസ് ഇൻ ദി ടു സെറ്റ് ഓഫ് ഡി ഓർബിറ്റൽസ് ആണ്. അതായത് T2Gയിൽ ഇരിക്കുന്ന ഇലക്ട്രോൺസിന് വേണമെങ്കിൽ EGയിലേക്ക് ചാടി പോവാവുന്നതാണ്. അങ്ങനെ ചാടി പോകുമ്പോൾ അത് തിരിച്ച് പഴയ അവസ്ഥയിലേക്ക് വരുമ്പോ എനർജി എമിറ്റ് ചെയ്യും. അതാണ് നമ്മൾ കളറായിട്ട് കാണുന്നത്. അതാണ് റീസൺ ഫോർ കളർ. DD ട്രാൻസിഷൻസ് ആണ് കളറിന്റെ റീസൺ എന്ന് പറയുന്നത്. പിന്നെ ഓരോ കോൺഫിഗറേഷനിലും എങ്ങനെയൊക്കെ ഇലക്ട്രോൺസ് നിറയ്ക്കാം, സ്ട്രോങ് ഫീൽഡ് ആവുമ്പോൾ എങ്ങനെയാണ്, വീക്ക് ഫീൽഡ് ആവുമ്പോൾ എങ്ങനെയാണെന്ന് ഈ സ്ലൈഡിൽ കാണിച്ചിട്ടുണ്ട്. അതായത് D1 ആണെങ്കിൽ സ്ട്രോങ് ഫീൽഡ് ആയാലും വീക്ക് ഫീൽഡ് ആയാലും ഒരേ കോൺഫിഗറേഷൻ ആണ് T2G1 EG0. അപ്പോഴുള്ള ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ ആണെങ്കിൽ നമ്മൾ ഫോർമുലയിൽ ഇട്ടിട്ട് നമുക്ക് കാണാവുന്നതാണ് -0.4 ഡെൽറ്റ O. ഈ D2 ആണെങ്കിലും രണ്ട് കേസിലും ലോ സ്പിന്നിലും ഹൈ സ്പിന്നിലും ഒരേ കോൺഫിഗറേഷൻ ആണ് T2G2 EG0. അപ്പോഴുള്ള ക്രിസ്റ്റൽ ഫീൽഡ് സ്റ്റെബിലൈസേഷൻ എനർജിയാണ് -0.8 ഡെൽറ്റ O. D3 ആണെങ്കിൽ T2G3 EG0 രണ്ടിലും വീക്ക് ഫീൽഡിലും സ്ട്രോങ് ഫീൽഡിലും അത് തന്നെയാണ്. D4 മുതൽ there is a difference. വീക്ക് ഫീൽഡിൽ ഒരു കോൺഫിഗറേഷൻ ആയിരിക്കും, സ്ട്രോങ് ഫീൽഡിൽ വേറെ കോൺഫിഗറേഷൻ ആയിരിക്കും. D4 ലോ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ T2G4 EG0, ഹൈ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ T2G3 EG1. D5 അതുപോലെ ലോ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ T2G5 EG0, ഹൈ സ്പിൻ കോംപ്ലക്സ് ആണെങ്കിൽ T2G3 EG2. D6 ആണെങ്കിൽ എന്ത് വരും, T2G6 EG0 ലോ സ്പിൻ കോംപ്ലക്സിലും T2G4 EG2 ഹൈ സ്പിൻ കോംപ്ലക്സിലും വരും. D7 ആണെങ്കിൽ T2G6 EG1 ലോ സ്പിൻ കോംപ്ലക്സിലും T2G5 EG2 ഹൈ സ്പിൻ കോംപ്ലക്സിലും. D8 മുതൽ പിന്നെയും ഹൈ സ്പിന്നിലും ലോ സ്പിന്നിലും ഒരേ കോൺഫിഗറേഷൻ ആണ് വരിക. D8 ആണെങ്കിൽ T2G6 EG2 ലോ സ്പിന്നിലും ഹൈ സ്പിന്നിലും അത് തന്നെയാണ്. D9 ആണെങ്കിൽ T2G6 EG3, T2G6 EG3 ആണ് ഹൈ സ്പിന്നിലും ലോ സ്പിന്നിലും. D10 ആണെങ്കിൽ T2G6 EG4 രണ്ട് കോൺഫിഗറേഷനിലും വരും. അപ്പൊ ഇങ്ങനെയാണ് കോൺഫിഗറേഷൻ വരുന്നത്.
ഇപ്പൊ ഇതിന്റെ റീസൺ ഇങ്ങനെ എന്താ പറയുക D4 മുതൽ D7 മാത്രമാണ് ഹൈ സ്പിന്നും ലോ സ്പിന്നും തമ്മിൽ കോൺഫിഗറേഷനിൽ വ്യത്യാസം വരുന്നുള്ളൂ. അതിന് റീസൺ നിങ്ങൾക്ക് അറിയാവുന്നതാണ്. ഒന്നെങ്കിൽ പെയർ ചെയ്യാനുള്ള എനർജി കുറവായിരിക്കും. പെയർ ചെയ്യാനുള്ള എനർജി കുറവാണെങ്കിൽ ഹൈ സ്പിൻ കോംപ്ലക്സസ് ആണ് ഉണ്ടാവുക. പെയർ ചെയ്യാനുള്ള എനർജി കൂടുതലാണ്, അപ്പൊ സ്പ്ലിറ്റിംഗ് കുറവായിരിക്കും. അപ്പൊ അങ്ങനത്തെ കേസിൽ ലോ സ്പിൻ കോംപ്ലക്സ് ആണ് ഉണ്ടാവുക. അതുകൊണ്ടാണ് D4 മുതൽ D7 വരെയുള്ള കോൺഫിഗറേഷനിൽ രണ്ട് തരത്തിലുള്ള കോൺഫിഗറേഷൻ വരുന്നത്. ഹൈ സ്പിൻ കോൺഫിഗറേഷനും ലോ സ്പിൻ കോൺഫിഗറേഷനും വരുന്നത്. ഇതാണ് ക്രിസ്റ്റൽ ഫീൽഡ് സ്പ്ലിറ്റിംഗ് ഇൻ ഒക്ടഹെഡ്രൽ കോംപ്ലക്സസ്. ഓക്കെ.